സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിലും ഇന്ത്യൻ ബൈക്കേഴ്സിൻ്റെ ഇടയിലും ടോപ്പ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബൈക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വണ്ടി ഭയങ്കര ട്രെൻഡിങ് ആണ്. ആളുകളൊക്കെ വണ്ടി ബുക്ക് ചെയ്തിട്ട് വെയിറ്റിംഗ് ആണെന്നാണ് പറയുന്നത്. കുറേ റീൽസിൻ്റെ കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് വണ്ടി വളരെ വെയിറ്റിംഗ് ആണ്. കാരണം അത്രയും ഡിമാൻഡാണ്. വണ്ടി ലോഞ്ച് ചെയ്ത് കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും ഡിമാൻഡുള്ള ഒരു വണ്ടിയായിട്ട് മാറിയിരിക്കുകയാണ് ഈ വണ്ടി. സോ വണ്ടി ഏതാണല്ലേ ഞാൻ പറഞ്ഞുതരാം. സോ ഗൈസ്, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് TVSൻ്റെ RTX 300 എന്ന മോഡലിനെ കുറിച്ചാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് TVSൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു സർപ്രൈസ് ലോഞ്ച് ഉണ്ടായത്. ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ വണ്ടി ഭയങ്കര കത്തി നിൽക്കുകയാണ്. നിങ്ങളെ കണ്ടോന്നറിയില്ല, വളരെയധികം ആൾക്കാർ നല്ല റിവ്യൂസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് നല്ല ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ തന്നെ പറഞ്ഞത് വണ്ടി ബുക്ക് ചെയ്തിട്ട് കിട്ടാൻ ഭയങ്കര ഡിലേ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിന്ന് TVS RTXൻ്റെ കുറച്ച് സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കിയാലോ. TVS RTX 300 എന്ന് പറഞ്ഞാൽ ഒരു അഡ്വഞ്ചർ, ബിഗിനർ അഡ്വഞ്ചേഴ്സിന് പറ്റിയൊരു മോഡലാണ്. ഒരു പക്ക ഓഫ് റോഡ് ടൈപ്പ് വാഹനം എന്ന് പറയാൻ പറ്റൂല. എന്നാലാണെങ്കിൽ ചെറിയ അഡ്വഞ്ചേഴ്സ് ഒക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു മോഡലാണ് RTX 300. ഇതുവരെ നമ്മൾ അപ്പാച്ചെ മോഡൽസിൽ കണ്ട ഒരു എഞ്ചിനല്ല, പുതിയ എഞ്ചിനായിട്ടാണ് RTX 300 വന്നത്. നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. കിഡിലും ഫീച്ചേഴ്സും കൊണ്ടാണ് കേട്ടോ TVS RTX വന്നിട്ടുള്ളത്. ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ റൈഡിംഗ് മോഡ്സ്, ട്രാക്ഷൻ കൺട്രോൾ, ഡ്വൽ ചാനൽ ABS, ബ്ലൂടൂത്ത് പ്ലസ് നാവിഗേഷൻ, അതുപോലെ തന്നെ ഫുള്ളി ഡിജിറ്റൽ TFT ഡിസ്പ്ലേ, അങ്ങനത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സും കൊണ്ടാണ് RTX വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എതിരാളികൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഹിമാലയൻ, KTMൻ്റെ അഡ്വഞ്ചർ, പിന്നെ സുസുക്കിൻ്റെ V-Storm, ഹീറോൻ്റെ എക്സ്പൾസ്. ഈ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിൽ ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ RTX ടോപ്പ് എൻഡിലാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ വരുന്ന RTXൻ്റെ ഡിസൈനിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലൊരു വിൻഷീൽഡ് വരുന്നുണ്ട്. 19 ഇഞ്ചാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ പറയേണ്ട സസ്പെൻഷൻ്റെ കാര്യങ്ങളാണ്. സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ TVSൻ്റെ പ്രൈസ് റേഞ്ചാണ്. ഈ ബൈക്കിന് വെറും 1.99 ലാക്കാണ് വരുന്നത്. അതായത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും ലോവസ്റ്റ് പ്രൈസാണ്. അതും മോർ ഫീച്ചേഴ്സോട് കൂടി. ലുക്ക് വൈസ് നോക്കുകയാണെങ്കിലും RTX ഒരു കിടിലം വണ്ടി തന്നെയാണ്. ഒരു പ്രശ്നം എന്താ ഉള്ളതെന്ന് വെച്ചാൽ വണ്ടി കിട്ടാൻ നല്ല ടൈം എടുക്കുന്നുണ്ട്. ഓർഡർ ചെയ്ത് 2-3 മാസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നാണ് ഈ അടുത്ത് വന്ന ന്യൂസ്. പിന്നെ പുതിയ എൻജിൻ ആയതുകൊണ്ട് തന്നെ എൻജിൻ്റെ റിലയബിലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാൻ കുറച്ച് കഴിയും. അതുകൊണ്ട് തന്നെ TVSൻ്റെ RTX ഇന്ത്യൻ മാർക്കറ്റിൽ എങ്ങനെ പോകുന്നുള്ളത് നമ്മൾ കണ്ടറിയണം. കാരണം കോമ്പറ്റീറ്റേഴ്സിനെക്കാട്ടിയും കൂടുതൽ ഫീച്ചേഴ്സും ലോ പ്രൈസും ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഫീഡ്ബാക്കാണ് വണ്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ TVS നമ്മളെ ഇന്ത്യൻ മാർക്കറ്റ് കൈയടക്കുമോ അല്ലേ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.